നമസ്കാരം. നമസ്കാരം. എന്നാണ് വിശേഷം? ഓ നല്ല വിശേഷം. നല്ല വിശേഷം. കൊടുങ്ങല്ലൂരാണോ ശരിക്കുള്ള സ്ഥലം? കൊടുങ്ങല്ലൂർ തന്നെയാണ്. അവിടെ എന്താണ് ശരിക്കും ആർട്ടിസ്റ്റ് ആയിട്ടാണോ അതോ ജോലിയൊക്കെ ഉണ്ടോ? അല്ല, മിമിക്രി ആയിട്ട് തന്നെ പോകണം. അടിപൊളി. അപ്പൊ മിമിക്രി ഒക്കെ ഇന്ന് ഇവിടെ പെർഫോം ചെയ്യാൻ റെഡിയാണോ? റെഡിയാണ്. സൗണ്ട് ഒക്കെ അടിപൊളിയാണ്. ഓ അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ചേട്ടനും അത്യാവശ്യം സ്മാർട്ടാണ്. താങ്ക് യു. ചുറുചുറുക്കുണ്ട്. കല്യാണം കഴിച്ചാണോ? കല്യാണം കഴിച്ച് മോള് +1 പഠിക്കണേ. യു ലുക്ക് വെരി യങ്, യു നോട്ടി. അപ്പൊ എന്തായാലും ഇന്ന് എന്താണ് പെർഫോം ചെയ്യാൻ എത്തിയിരിക്കുന്നത്? അതായത് വോയിസുകളാണോ എടുക്കുന്നത്? ഞാൻ സ്പോട്ടാണ് 10ഓളം സ്റ്റാറുകൾക്ക് സ്പോട്ട് ചെയ്യണം. സൂപ്പർ. എന്തായാലും നമുക്കിപ്പം സ്പോട്ട് ഡബ് കാണാം അല്ലേ? അവിടെയാണ് പൊസിഷൻ. അവിടെ പോയി നിന്നിട്ട് തകർത്തോളൂ. ഓക്കെ. പണ്ടൂർ ന്യൂ ഇയറിനെന്നാണ് ആദ്യമായി കുമരഗിരി കാണുന്നത്. അന്ന് എൻ്റെ അപ്പൻ ഇളയപ്പനോട് പറഞ്ഞൊരു കാര്യം ഇന്നും എൻ്റെ കാതിലുണ്ട്. തിങ്ങി നിറഞ്ഞ ആളുകളിലൂടെ ഞാൻ ആദ്യം കണ്ടത് പള്ളിക്കാത്ത് നിധി പോലെ കാത്തു സൂക്ഷിച്ച ഒരു അമൂല്യ വസ്തുവാണ്. നിന്റെ ഒരു ആക്രമണം എപ്പോ എവിടെ നിന്നാണ് ഞാനൊന്ന് പേടിച്ചു. പക്ഷേ ഇത്ര ഒതുക്കത്ത് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിനക്കെന്നെ കൊല്ലണമല്ലടാ. പിഴച്ച തള്ളെ കൊന്നൊരു പ്രതികാരം ചെയ്യാൻ വന്നിരിക്കുന്നു. നായിന്റെ മോൻ. എന്താണ് ഇവിടെ? ഇവിടെ നല്ല നാടൻ ചീരയുടെ വിത്ത് കിട്ടുമെന്ന് കേട്ടിട്ട് വന്നതാ. പിന്നെ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കുമ്പളങ്ങയുടെ വിത്ത് കൊടുക്കാനുണ്ട്. ശേഖരന് വേണാവോ? അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഒരു ഇസ്രായേൽ വൃത്തികെട്ട വൃദ്ധനെ 5 അംഗ സംഘം കല്ലെറിഞ്ഞും വെടിവെച്ചും ശ്വാസം മുട്ടിച്ചും കൊന്നു. അങ്ങനല്ലടാ, മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ഒരു ഇസ്രായേലുകാരൻ 5 അംഗ സംഘത്തെ കല്ലെറിഞ്ഞും വെടിവെച്ചും ശ്വാസം മുട്ടിച്ചും കൊന്നെന്ന് നാളത്തെ പത്രത്തിൽ നീയൊക്കെ വായിക്കേണ്ടി വരും. ഇന്നലെ വരെയും ഒരു നിസ്സാരമായ ശമ്പളത്തിന് ജോലി ചെയ്ത നിനക്ക് ഇന്നു മുതൽ ആവശ്യമുള്ള പണം ഞാൻ ശമ്പളമായി തരാൻ പോവുകയാണ്. സമൂഹം നിശബ്ദമെന്ന് കരുതുന്ന എല്ലാ ജോലികളും നാം ചെയ്യേണ്ടി വരും. എടോ, തന്നാരെ വിളിച്ചോണ്ട് പോയപ്പോഴല്ലേ താൻ കാണുന്നത്? അതെ. അപ്പൊ ആദ്യം കണ്ടത് അയാളല്ലേ? അല്ല, ആദ്യം കണ്ടി നമ്മളല്ലേ. സംഭവം കണ്ട ജയരാമൻ മുകളിൽ നിന്ന് വന്ന് തന്നെ വിളിച്ചോണ്ട് പോയപ്പോഴല്ലേ താൻ ശവം കാണുന്നത്? അപ്പൊ ജയരാമനല്ലേ ആദ്യം കണ്ടത്? നമ്മൾ തന്നെ. കൊച്ചുകൃഷ്ണന്റെ സ്വഭാവം എങ്ങനെയാ? ഞാനൊരു മാന്യനാണ്. മാന്യനാകും മുമ്പ് എങ്ങനെയായിരുന്നു സ്വഭാവം? ശരാശപ്പെടുത്തിയിരുന്നു. സർക്കാർ പൂട്ടിച്ച് മാന്യനാക്കിയതായിരുന്നു. ഇന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ ഷാപ്പ് പൂട്ടിയ കാര്യം അയവർക്ക് വീടിൻ്റെ വരാന്തയിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വെട്ടിയിടി നാറുന്ന പട്ടയടിച്ച് വെട്ടുകത്തുമായി വീട്ടിൽ കയറി വന്നത്. സൂപ്പറായിരുന്നു. പെർഫോമൻസിനെ പറ്റി ഞാനല്ല ഇതിനെപ്പറ്റി പറയേണ്ടത്. കാരണം ഞാൻ ഒന്നുമല്ല, ഇവരൊക്കെയാണ് ഇതിനെപ്പറ്റി പറയേണ്ടത്. നമുക്ക് ബാസ്റ്റേഴ്സിനോട് തന്നെ ചോദിച്ചു നോക്കാം. ഓക്കെ. ഇക്ക എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട് എൻജോയ് ചെയ്തോ? ഷാഫി നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. നമുക്ക് ഇവിടെ വിഷ്വൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കറക്റ്റ് സിങ്ക് മാത്രമല്ല, നമുക്ക് കൃത്യം ആ ക്യാരക്ടർ അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റ് തന്നെ പെർഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ വോയിസ് കൊടുത്തതേ ഫീൽ ചെയ്യുന്നത്. അത് നമുക്ക് അങ്ങനെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യമുള്ള കാര്യങ്ങളിലൊന്നാണ്. അപ്പോൾ അതുമാത്രമല്ല, എല്ലാവരുടെയും റിയാക്ഷൻസിൽ മനസ്സിലായില്ലേ എല്ലാം നന്നായിരിക്കുന്നത്. സാധാരണ ഇത് പ്രോഗ്രാമിന് ഔട്ട്ഡോറൊക്കെ പെർഫോം ചെയ്യാൻ നേരത്തെ എങ്ങനെ റിയാക്ഷൻ? ഞാൻ ആദ്യമായിട്ടാണ് സ്പോട്ട് ചെയ്യുന്നത്. ഈ വേദിയിലാണ് ഞാനിത് പഠിച്ചിട്ട് ചെയ്യണത്. അത് ശരി. അത് ആദ്യത്തെ വേദിയാണ് ഈ സ്പോട്ട്. ചേട്ടാ, അത് വലിയൊരു സംഭവം. ഞാൻ വിചാരിച്ചു ചേട്ടൻ ആക്ച്വലി ഇതൊക്കെ സ്റ്റേജിൽ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. സൂപ്പറായിരുന്നു ചേട്ടാ. ഷാഫിയുടെ എൻട്രി ഭയങ്കര രസമായിരുന്നു. ഭയങ്കര പവർഫുൾ ആയിട്ട് വന്നിട്ട് വന്ന് നിന്നപ്പോൾ തന്നെ ഭയങ്കര ഒരു ഹൈ കോൺഫിഡൻറ്റിലാണ് വന്ന് നിന്നത്. അപ്പോൾ എനിക്കൊരു ചെറിയൊരു സംശയമുണ്ട്. എനിക്ക് മാത്രമല്ല, ഇപ്പോൾ ഇവർക്കൊക്കെ തോന്നിക്കാണും അത്രയും ഇതിൽ വന്നിട്ട് പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നൊരു ആകാംക്ഷയുണ്ട് നമുക്ക്. അത്രയും റേഞ്ചിൽ തന്നെ വരുമോ എന്നുള്ളത്. പക്ഷെ ഒട്ടും ചോർന്നില്ല, അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുള്ളതാണ്. എനിക്ക് ആകെ ഒരു ശക്കലം ഒരു മൈനസ് തോന്നിയത്, ഒരല്പമെങ്കിലും ഇച്ചിരി താഴെ പോയത് ഇന്നസെന്റ് ഏട്ടൻ്റെ ശബ്ദം മാത്രമാണ്. ബാക്കിയൊക്കെ രസമായിട്ട് അതാണ് ഒരു ഷിവറിങ് വന്നിട്ടുണ്ട് അതിനകത്ത്. വേറൊരു ആക്ടർ അങ്ങനെ നിൽക്കുമ്പോൾ സംഭവിക്കാവുന്ന അത് വന്നിട്ടുണ്ട്. പിന്നെ വേറെ എല്ലാം നല്ല രസമായിട്ട് തന്നെ വന്നു. ഗംഭീരമായിരുന്നു കേട്ടോ, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആദ്യമായിട്ട് ഇത് ചെയ്യുന്നതാണെന്ന്. അതുകൊണ്ട് തന്നെ ചില എന്താ പറയുന്നത്, നമുക്ക് തന്നെ കൈവിട്ട് പോകുന്ന ചില കട്ട്സുകളും അതിനകത്തുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് പ്രാക്ടീസ് കൊണ്ടാണ് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റിയത്. എല്ലാ ആശംസകളും ഷാഫി, ഗംഭീരായി കേട്ടോ. ഷാഫി നമ്മൾ ആദ്യമായിട്ട് കാണാനല്ലേ? അല്ല, നമ്മൾ വേറൊരു പ്രോഗ്രാമിൽ കണ്ടിട്ടുണ്ട്.
കാരണം കേരളത്തിലുള്ള ഒരുമാതിരി ആർട്ടിസ്റ്റുകൾ എല്ലാവരും അറിയാൻ പറ്റും. ഒന്ന് ഈ സംഘടനാ പ്രവർത്തനം കൂടി ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പക്ഷെ ഭയങ്കര പ്രൊഫഷണലിസം ഉണ്ട്. കാരണം പുതിയതായിട്ട് വരുന്ന ഒരാളുടെ ഇതല്ല, സ്ഥിരമായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ഒരാളുടെ ഞാനൊരു 10-16 വർഷമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് സ്റ്റേജിൽ. അല്ല, അതിന്റെ ആ ഫ്രീ എന്നാൽ സ്റ്റേജ് ബാലൻസ് നന്നായിട്ടുണ്ട്. മായിലംഗമാണോ? അല്ല അല്ലേ? അതാണ് അറിയാത്തത്. അതാണ് ഞങ്ങൾ മായില് ഞാൻ കൊടുത്തിരുന്നു ഈ തവണ, ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ടായി. പക്ഷെ എനിക്ക് അതിന് മെമ്പർഷിപ്പ് കിട്ടിയിട്ടില്ല. അടുത്തതിന് ശരിയാക്കാന്ന് പറഞ്ഞു. സ്വാഗതം കേട്ടോ, വരണം. അല്ല, ഇപ്പൊ പാസ്സാക്കി. ഇത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പാസ്സാക്കാതിരിക്കാൻ പറ്റില്ല. അത്ര വലിയ സന്തോഷം. പിന്നെ മെമ്പർഷിപ്പിന്റെ കാര്യം ഞങ്ങൾ 3 പേര് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആണ്. അപ്പൊ അതിന്റെ പേരിൽ ആരെങ്കിലും ഒരാൾ പിന്താങ്ങിയാൽ മതി, 3 പേര് താങ്ങിക്കോളും. 3 പേരും താങ്ങിക്കോളൂ എന്ന് പറഞ്ഞത്. എലീന ഇതെടുത്ത് പറയണം, ഒരാൾ അംഗത്വം ഇതിൽ തന്നെ തീരുമാനിച്ചു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. മായയുടെ അംഗത്വം അത്ര ഈസി അല്ല, അതൊരു ക്രെഡിറ്റ് ആണ് പുള്ളിക്ക്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ പേര് ഇതിൽ താല്പര്യം തോന്നിയിട്ട് മെമ്പർ ആവാൻ വരും. അതൊന്നും ആർട്ടിസ്റ്റുകളായിരിക്കില്ല. അപ്പൊ അത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നല്ല ആർട്ടിസ്റ്റ് ആയിരിക്കണം, ഇതുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന് അറിയണം, അതുകൊണ്ട് മുന്നോട്ട് പോകുന്നു അറിയുന്നവർക്ക് കൊടുക്കുള്ളൂ നമ്മള്. അപ്പൊ അതിന് രക്ഷാധികാരി സുരേഷ് ചേട്ടനാണ്, സുരേഷ് ഗോപി ചേട്ടനാണ്. പ്രസിഡന്റ് നാഷിക്കാണ്. അതെ, സൂപ്പർ. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. അതായത് ഇവിടുന്ന് സംഘടനയിലേക്കാണ് ഒരു അംഗത്വം കിട്ടുന്നത്. അതെ, അതല്ല എലീന, ഇതിന്റെ ഒരു കാര്യം മനസ്സിലായില്ലേ? പറഞ്ഞോ. ഇതിനകത്ത് മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ കോമഡി മാസ്റ്റേഴ്സിൽ വന്ന് കഴിവ് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് എൻട്രി കിട്ടും. ഡയറക്റ്റ് എൻട്രി. അത് ഇന്ന് കിട്ടിയൊരു വലിയ അവസരം തന്നെയല്ലേ അല്ലേ? നിങ്ങളുടെ 3 പേരുടെ മുന്നിൽ പെർഫോം ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ഓഡിഷൻ കഴിഞ്ഞ് ഞങ്ങൾ കയറുകയാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഓരോ അവസരങ്ങൾ ഇവിടുന്ന് കിട്ടി. എനിക്ക് ഒന്നും തരാനില്ല, വേണമെങ്കിൽ ഒരു പണി തരാം, ചെറിയൊരു പണി. ഞാൻ എന്ത് പണിയും ചെയ്യും. താര തിരുമറി അറിയാലോ, കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മളൊരു ഡയലോഗ് വരും, എന്നിട്ട് അതിനനുസരിച്ച് പെർഫോം ചെയ്യാന്നുള്ളത്. വേറൊരു സൗണ്ടിൽ, വേറൊരു ശബ്ദം, വേറെ ആർട്ടിസ്റ്റിന്റെ സൗണ്ട് എടുക്കാം. നമുക്ക് ഡയലോഗ് ഏതാന്നുള്ളത് കേട്ട് നോക്കാം. ഇത് അടിപൊളിയാക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോ, ഇവിടുന്ന് അങ്ങോട്ടേക്ക് പിന്നെ ചേട്ടനെ കാണാൻ കിട്ടത്തില്ല, അത്രയ്ക്കും തിരക്കായിരിക്കും. ഓക്കെ, നമുക്ക് ഡയലോഗ് കേൾക്കാം. എനിക്കറിയാം അപ്പുവേട്ടാ, പക്ഷെ അപ്പുവേട്ടൻ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ 1000 ഇരട്ടി ഞാൻ എന്റെ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. അതിനേക്കാൾ ഒരു 10,000 ഇരട്ടി മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ നിർബന്ധിച്ച എന്റെ ശവത്തിലായിരിക്കും അപ്പുവേട്ട താലിയിട്ട്. മനസ്സിലായല്ലോ? ഇതില് മാത്സ് ഉണ്ട്, ഇമോഷൻ ഉണ്ട്, ലവ് ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ലവ് നോക്കായിരുന്നു. ലവ് നോക്കരുത്, ബാക്കി എങ്ങനെയാണെന്ന് അറിയില്ലെന്ന്. ശരി, ഒരു ഫീമെയിൽ വോയിസ് ആണ് എടുക്കേണ്ടത്. അടൂർ ഭവാനി മാമിന്റെ വോയിസിലാണ് പറയേണ്ടത്. എങ്ങനെയുണ്ട് കൊടുത്ത പണി? നല്ല പണിയാണ്, കാരണം എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. ശ്രമിച്ചു നോക്ക്. അപ്പോൾ എന്നെ സ്നേഹിച്ചേക്കാളും 1000 മടങ്ങ് മൊയ്തീൻ എന്നെ സ്നേഹിച്ചിരുന്നു. അതിനേക്കാളും 10,000 മടങ്ങ് ഞാൻ മൊയ്തീനെ സ്നേഹിച്ചിരുന്നു. നിങ്ങൾ എല്ലാരും കൂടെ എന്നെ നിർബന്ധിച്ച എന്റെ ശാപത്തിലായിരിക്കും താലി കേട്ട, പറഞ്ഞേക്ക. അല്ല പിന്നെ ഇത് പ്രണയത്തിന് പകരം ചീത്ത പറഞ്ഞ പോലെ എന്നോട് പറഞ്ഞ എന്നോടുള്ള ദേഷ്യം തീർത്താണ്.